എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 2024 ബി2 ഫോറസ്റ്റ് ഓഫീസർ എന്നുള്ള തസ്തികയിലേക്ക് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷ് മലയാളമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് കണ്ടെയ്ൻസ് എ ജെറൻഡ്? ഏതിലാണ് ജെറൻഡ് ഉള്ളത്? ആൻസർ ഏതാ വരാ? ഹി എൻജോയ്സ് പ്ലേയിങ് സോക്കർ. അപ്പോൾ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. That was dash disappointment, but we managed to get dash room across dash hole from it. ഇതിൽ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. ആൻസർ ഏതാ വരാ? That was a disappointment, but we managed to get the room, a particular room അല്ലേ? അപ്പൊ the room across the hall from it. അപ്പോൾ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ആസ് സൂൺ ആസ് ഹി കെയിം ഹി മെയ്ഡ് ഷുവർ ദാറ്റ് എവറിത്തിങ് വാസ് ഓൾ റൈറ്റ്. ചേഞ്ച് ഇൻ ടു എ നെഗറ്റീവ് സെന്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മീനിങ്. എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക? നോ സൂണർ ഡിഡ് ഹി കം ദാൻ ഹി മെയ്ഡ് ഷുവർ ദാറ്റ് എവറിത്തിങ് വാസ് ഓൾ റൈറ്റ്. എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ജെയിംസ് ഡാഷ് ഇനഫ് മണി ഹി ഡാഷ് ബൈ എ ന്യൂ കാർ നെക്സ്റ്റ് ഇയർ. എങ്ങനെയാണ് പറയാ? ഇഫ് ജെയിംസ് ഹാഡ് ഇനഫ് മണി ഹി വുഡ് ബൈ എ ന്യൂ കാർ നെക്സ്റ്റ് ഇയർ. എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹി വാസ് ആബ്സെന്റ് ഡാഷ് ഹി വാസ് സിക്ക്. അപ്പൊ അതിന് കാരണമായിട്ടാ പറയണേ അല്ലേ? അപ്പൊ ബിക്കോസ് ഹി വാസ് ആബ്സെന്റ്, ബിക്കോസ് ഹി വാസ് സിക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഡിസ്ക്രിപ്പൻസി. എങ്ങനെയാണ്, ഏത് സ്പെല്ലിംഗ് ആണ് കറക്റ്റ്? ഡിസ്ക്രിപ്പൻസി ഇതാണ് സ്പെല്ലിംഗ്. DISCREPANCY. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. His speech has taken the wind out of my sails. അതിന് വൺ വേർഡ് എന്താണ് പറയാ? അപ്പൊ എന്താ പറയാ അതിന്റെ മീനിങ്? മെയ്ഡ് മൈ വേർഡ്സ് ഓർ ആക്ഷൻസ് ഇൻഎഫക്റ്റീവ് എന്നുള്ളതാണ് അതിന്റെ മീനിങ്. അപ്പം 68 സി ആണ്. They said let us come in. അപ്പൊ അതെങ്ങനെയാ പറയാ? They requested me to let them come in. Next question. A speech made by someone for the first time. എന്താ അതിന് പറയാം? മെയ്ഡൻ സ്പീച്ച്. നെക്സ്റ്റ് മലയാളാണ്. ശരിയായ പ്രയോഗം ഏത്? പത്തു തെങ്ങ്, 10 തെങ്ങുകൾ, 100 പുസ്തകം, 100 പുസ്തകങ്ങൾ. എങ്ങനെയാണ് അത് പറയാ? ആൻസർ ഏതാ വരിക? 10 തെങ്ങ് എന്നുള്ളതും 100 പുസ്തകം എന്നുള്ളതുമാണ് ശരിയായിട്ടുള്ളത്. കൗണ്ട് ചെയ്ത് എണ്ണം പറയുകയാണ് വെച്ചെങ്കിൽ തെങ്ങുകൾ എന്ന് പറയേണ്ട ആവശ്യമില്ല. തെങ്ങ്, 10 തെങ്ങ്, 100 പുസ്തകം സിംഗിൾ ആയിട്ടേ പറയണ്ടു. ഇനി നെക്സ്റ്റ്. നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദം. നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദം ഏതാണ്? നേത്രി. നെക്സ്റ്റ്. മിന്നാമിനുങ്ങ് എന്ന പദത്തിന്റെ പര്യായ പദമാണ് പ്രകാശകൻ, പ്രകാശിതം, തൈജസ കീടം, ഗദ്യോതം. ആൻസർ ഏതാണ് വരിക? തൈജസ കീടം എന്നുള്ളതും ഗദ്യോതം എന്നുള്ളതും ശരിയാണ്. അപ്പം 3ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭടൻ എന്ന വാക്കിന്റെ അർത്ഥം. ചിലര് ഫ എന്ന് ഉച്ചരിക്കാറുണ്ട്, ഫടൻ എന്നും പറയാറുണ്ട്.
ആൻസർ ഏതാണ്? വഞ്ചകൻ, പോരാളി, യോദ്ധാവ്. എന്താണ് അതിന്റെ അർത്ഥം? വഞ്ചകൻ എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ ഒന്നു മാത്രം ശരിയാണ് എന്നുള്ളതാണ്. ധനം എന്ന വാക്കിനെ പകരം ഉപയോഗിക്കാവുന്ന പദമാണ് അർത്ഥം, വിത്തം, അർത്ഥം, ആനനം. ധനം എന്നുള്ള വാക്കിനെ ഏതാണ് പകരം ഉപയോഗിക്കുക? അർത്ഥം ധനം എന്ന് പറയും അല്ലേ? പിന്നെ എന്താ പറയാ? വിത്തം എന്നുള്ളതും ധനമാണ്. അർത്ഥം എന്ന് പറഞ്ഞ പകുതി എന്നുള്ള അർത്ഥമാണ്. ആനനം എന്ന് പറഞ്ഞ മുഖം, ആനനം, ആസ്യം ഒക്കെ മുഖമാണ്. അപ്പോൾ ഇവിടെ ബി എന്നുള്ള ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ വാക്കുകൾ ഏത്? രക്ഷകർത്താവ്, രക്ഷാകർത്താവ്, ഹാർദവം, ഹാർദം. ഇതിൽ ഏതൊക്കെയാണ് ശരിയായ വാക്കുകള്? അതായത് ഇതില് 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. സോറി, 2ഉം 4ഉം ആണ് കേട്ടോ. രക്ഷാകർത്താവ് പിന്നെ ഹാർദം എന്നുള്ളതും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാഷൻ മോങ്ങർ എന്ന പദത്തിനുള്ള ഉചിതമായ തർജ്ജമ ഏത്? അഴകിയ രാവണൻ, ജ്വാലാമുഖി, സുന്ദര പുരുഷൻ, വെനീസിലെ വ്യാപാരി. ആൻസർ എ ആണ്, അഴകിയ രാവണൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കഥയുടെ പ്രധാനമായ അംശം ഒറ്റപ്പദം ഏത്? കഥാഗതി, കഥാസാരം, കഥനം, കഥാസംക്ഷേപം. ആൻസർ എന്താ വരിക? കഥാസാരമാണ് അല്ലെ? കഥാസാരം എന്നുള്ളതാണ് കഥയുടെ പ്രധാന അംശം. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിൽക്കാലം, കണ്ണീര് എന്നീ പദങ്ങൾ പിരിച്ചെഴുതുന്നത് പിൻ പ്ലസ് കാലം, പിൽ പ്ലസ് കാലം, കൺ പ്ലസ് നീര്, കണ്ണ് പ്ലസ് നീര്. ആൻസർ ഏതാണ് വരിക? പിൻ പ്ലസ് കാലമാണ് പിൽക്കാലം. പിന്നെ എന്താണ്? കൺ പ്ലസ് നീരാണ് കണ്ണീര്. അപ്പോൾ 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അകത്തു കത്തിയും പുറത്തു പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം? ഉള്ളിലും പുറത്തും വിരോധം, ഉള്ളിലും പുറത്തും സ്നേഹം, ഉള്ളിൽ സ്നേഹവും പുറമേ വിരോധവും, ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും. ആൻസർ എന്താണ്? 4 മാത്രമാണ് ശരിയായിട്ടുള്ളത് അല്ലെ? ഉള്ളിൽ വിരോധവും, അകത്ത് കത്തിയും പുറത്ത് പത്തിയും, ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും. അപ്പോൾ ഏതാണ്? ഡി എന്നുള്ള ആൻസർ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.